ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന വീട്, അതായത് ഇതൊരു പഴയൊരു വീടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം ഇത്രയും ഇറക്കിയതാണ്. നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു കിച്ചൺ വരുന്നുണ്ട്, അതേപോലെ പകുതി റൂം മാറ്റിയിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിങ്ങും അതേപോലെ പ്ലംബിങ്ങും നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇപ്പോൾ ആ റൂം കയറി നേരെ വരുന്നതാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ഭിത്തി എല്ലാം പഴയ ഭിത്തി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ട് നേരത്തെ ഈ കാണുന്നുണ്ട്, ഇത് കണ്ട ഒരു ബെഡ്റൂമാണ്. ഇത് നേരെ കയറി വരുന്ന ഔട്ട് സൈഡ് ഇറങ്ങി വരുന്ന കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ ഏരിയ ഇവിടെ എന്ത് ചെയ്തു, ഒരു കിച്ചനാക്കി അങ്ങ് മാറ്റി. ഇതിന് മണ്ട ഇട്ടേക്കുന്ന സ്ക്വയർ ട്യൂബ് കൊണ്ട് ഷീറ്റ് ഇട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ പോയിൻ്റ് അതുപോലെ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. നേരത്തെ ഇത് പാസേജാണ്. ഇത് വരുന്നത് നേരത്തെ പഴയ കിച്ചനായിട്ടാണ് വരുന്നത്. പഴയ കിച്ചനാണിത്. ഇത് നമ്മളിപ്പം മാറ്റി ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ആക്കുവാണ്. അപ്പം വിത്ത് നമുക്ക് ബാത്റൂം ഉൾപ്പെടെയാണ് വരുന്നത്. ഈ പാസേജിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്നത് ലിവിങ് ഏരിയ, അതേപോലെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഏരിയ നമ്മളൊരു ബെഡ്റൂം ആക്കി ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ കോർണറും ഉണ്ടാക്കി നമ്മൾ അടുത്തത് നമ്മൾ ഈ കിച്ചൻ്റെ ഏരിയ നമ്മൾ ഔട്ടിലോട്ട് ഒരു വർക്ക് ഏരിയ പോലെ ഒരു കിച്ചൺ ഉണ്ടാക്കിയതാണ്. വർക്ക് ഏരിയ എന്നും പറയാം, അല്ലെങ്കിൽ കിച്ചൺ എന്നും പറയാം. കാരണം നമുക്കിവിടെ ഇനി ഒറ്റ കിച്ചനേ വരുന്നുള്ളൂ. നേരത്തെ കിച്ചൺ നമ്മളവിടെ ബെഡ്റൂം ആക്കി മാറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു 6 മൊഡ്യൂളിൻ്റെ ഒരു ബോക്സ് വെച്ച് 2 പ്ലഗ് കുത്താണ്. കാരണം ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ മിക്സിയോ കുത്താൻ വേണ്ടി. ഈ കാണുന്നിട്ട് നമ്മളൊരു 3 മൊഡ്യൂളിൻ്റെ ബോക്സ് വെച്ചേക്കുന്നത് നമുക്കത് ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിവിടെ DB വെച്ചേക്കുന്നത്, നേരത്തെ ഇവിടെ DB ഇല്ല. കാരണം അപ്പുറത്ത് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് മെയിൻ സ്വിച്ച് വരുന്നത്. അവിടുന്ന് ലൂപ്പ് ചെയ്താണ് കണക്ഷൻ പോയേക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ നേരെ ലൈൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു DB വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോളുകൾ നമുക്ക് ചെയ്യാം. കാരണം ഈ ബെഡ്റൂമിൻ്റെയും ലിവിങ് ഏരിയയുടെയും ഈ കിച്ചൻ്റെയും പവർ ലൈൻ എല്ലാം നമുക്ക് മാറ്റണം. കാരണം ഹീറ്ററിൻ്റെ ലൈൻ എല്ലാം വരുന്നുണ്ട്. നമുക്കതെല്ലാം നമുക്കിനി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ നമ്മളൊരു 12 പേരുടെ DBയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന 12 മൊഡ്യൂളിൻ്റെ ബോക്സ് നമുക്ക് ഈ കിച്ചണിലുള്ള കൺട്രോളിംഗ് ആണ്. കിച്ചൻ്റെ ഔട്ട് സൈഡ്, അതേപോലെ ലൈറ്റുകൾ, അതേപോലെ ഫാന്, അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്നത് 12 മൊഡ്യൂൾ. അതേപോലെ നമ്മൾ അണ്ടർഗ്രൗണ്ട് പൈപ്പും ചെയ്തേക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജിൻ്റെ ഏരിയയിലോട്ട് വരാൻ വേണ്ടിയിട്ടും ഇവിടെ ഫ്രിഡ്ജാണ് വരുന്നത്. ഇപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ അവിടെ വരാനും അതേപോലെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു മോട്ടറിൻ്റെ ലൈൻ വരുന്നുണ്ട്, അതായത് സമ്മേഴ്സിബിൾ പമ്പിൻ്റെ ലൈൻ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു പവർ സോക്കറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പവർ സോക്കറ്റ് വരുന്നത്, കാരണം അവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഏരിയ വരുന്നത് നമുക്ക് ലൈറ്റും അതേപോലെ മോട്ടറിൻ്റെ ലൈനാണ് വരുന്നത്. അതേപോലെ നമ്മളൊരു എക്സോസ്റ്റ് ഫാനിൻ്റെ ലൈനും ഇവിടെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് സൈഡ്, ഈ ഷെയ്ഡിൻ്റെ ടോപ്പിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ടുള്ള മെയിൻ, അതായത് മുകളിലോട്ടുള്ള മെയിനുകൾ നമ്മൾ വെട്ടിക്കൊണ്ട് പോയേക്കുന്നത്. കാരണം ഈ 12 മൊഡ്യൂളിനും അപ്പുറത്തേനും വെട്ടി. പിന്നെ ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് നമ്മൾ ഈ വെട്ടി ഇട്ടേക്കുന്ന ഭാഗമല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ പൈപ്പ് അടിച്ചിട്ടേക്കുവാണ്. 25-ൻ്റെ പൈപ്പാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പാസേജിന് വേണ്ടിയിട്ടും അതേപോലെ ഈ ബെഡ്റൂമിന് വേണ്ടിയിട്ടും നമ്മൾ മെയിൻ കൊണ്ടുവരാനും അതേപോലെ ഈ വാഷ് ബേസിൻ കോർണറിൻ്റെ അകത്ത് നമ്മളൊരു ലൈറ്റിനും നമ്മൾ ഇവിടെ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത്, കാരണം ഈ 2 ലൈറ്റുകൾ, അതായത് വാഷ് ബേസിൻ കോർണറിലും തൊട്ട് മുകളിലായിട്ട് നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മൊഡ്യൂൾ വെച്ചേക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് ഒരു 3 മൊഡ്യൂളാണ് വെച്ചേക്കുന്നത്. 3 മൊഡ്യൂൾ വെക്കാൻ കാരണം ഇവിടുത്തെ പഴയ സ്വിച്ച് ബോർഡും മോട്ടറിൻ്റെ ലൈനും ഇരിക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം നമുക്കിനി ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. കാരണം ഇനി ഇവിടെ അത് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 3 മൊഡ്യൂൾ വെച്ചിട്ട് 2 2-വേ കൺട്രോൾ, ഒരു ലൈറ്റും ഫാനും കൺട്രോൾ ചെയ്യാനും തൊട്ട് മുകളിൽ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ലൈറ്റും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മൊഡ്യൂളിൻ്റെ ബോക്സ് അവിടെ വെച്ചേക്കുന്നത്. ഇത് കിച്ചൻ്റെ ഏരിയയാണ്. കിച്ചനല്ല, ഇത് ബാത്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഫ്രണ്ട് സൈഡാണ്. അവിടെ നമ്മളൊരു 3 മൊഡ്യൂൾ വെക്കാനുള്ള കാരണം ബാത്റൂമിൻ്റെ അകത്തെ ലൈറ്റും അതേപോലെ ഒരു എക്സോസ്റ്റ് ഫാനും അതേപോലെ ഒരു ഹീറ്ററും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മൊഡ്യൂൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് വഴിയാണ് മെയിൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ഇതിൻ്റെ തൊട്ട് അണ്ടർഗ്രൗണ്ട് ചെയ്തേക്കുന്ന 2-വേ കൺട്രോൾ പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ വെച്ചേക്കുന്ന ബെഡിൻ്റെ അവിടെ വെച്ചേക്കുന്ന 4 മൊഡ്യൂൾ നമുക്കൊരു ഡിമ്മർ വെക്കണം, അതേപോലെ 2 2-വേ കൺട്രോളും നമുക്ക് ചെയ്യണം, അതായത് ഒരു ഫാനും ഒരു സ്വിച്ചും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്ക് കൂടെ ചെയ്യുവാണ്. കാരണം റിനോവേഷൻ നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒറ്റയടിക്ക് തന്നെ മേശരിമാർക്ക് തേച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ പഴയ റൂമിൻ്റെ അവിടെ നമ്മളൊരു ഡോർ ഉണ്ടാക്കി, ആ പഴയ റൂമല്ല, ഇതൊരു കിച്ചനാണ്. കിച്ചൻ്റെ അപ്പോൾ ഒരു സൈഡ് നമ്മൾ എടുത്തിട്ട് ആ സ്ലാബും കാര്യങ്ങളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നമ്മളിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം പൈപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എല്ലാം CPVC പൈപ്പാണ്. മെയിൻ ലൈൻ വരുന്നതെല്ലാം 1 ഇഞ്ച് പൈപ്പും അതേപോലെ മേപ്പോട്ട് പോകുന്ന ടാപ്പുകളുടെ ലൈനെല്ലാം വരുന്നത് 3/4 ഇഞ്ച് CPVC പൈപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ സിംഗിൾ പീസ് ക്ലോസറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പൈപ്പും നമ്മൾ 4 ഇഞ്ചിൻ്റെ വെച്ചേക്കുന്നത്. ഇതിനകത്തും തന്നെ ഒരു വാഷ് ബേസും വരുന്നുണ്ട്, ഒരു ഹാഫ് പെഡസ്റ്റൽ വാഷ് ബേസും വരുന്നുണ്ട്. അതേപോലെ തൊട്ടപ്പുറത്തെ ഓപ്പൺ സൈഡ്
സൈഡിലുള്ള ഒരു വാഷ് ബേസിൻ്റെ ലൈൻ ഇതുവഴിയാണ് പോകുന്നത്. അതിന് നമ്മളിവിടെ മൾട്ടി ട്രാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട് 2 ഇഞ്ചിൻ്റെ പൈപ്പാണ് പോകുന്നത്. ഒരു 45 ഇട്ട് ഒരു ഷോർട്ട് ബെൻഡ് വഴി ഔട്ട് സൈഡ് നമ്മൾ വെളിയിലോട്ട് കൊടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന ഈ 1.5 ഇഞ്ച് പൈപ്പിൽ കൂടെയാണ് നേരെ നമുക്കിവിടെ വരുന്ന വാഷ് ബേസിനും, അതായത് ഹാഫ് പെഡസ്റ്റലും അതേപോലെ ഇപ്പുറത്തെ ബേസിനും വരുന്നത്. നമ്മൾ അതിന് ഇവിടെ ഒരു വൈ ഇട്ട് കൊടുത്തതാണ്. ഇവിടെ നിന്ന് ഒരു വൈന്ന് ഒരു 45 ഇട്ടിട്ടാണ് നേരെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇവിടെയാണ് നമുക്കൊരു ഹാഫ് പെഡസ്റ്റൽ വരുന്നത്. അപ്പോൾ 85 സെൻറ്റിയുടെ കണക്കാക്കിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹാഫ് പെഡസ്റ്റലും വരുന്നുണ്ട്. അതേപോലെ തൊട്ടിപ്പുറത്ത് നമുക്കൊരു ടേബിൾ ടോപ്പ് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ലൈനും ഇട്ട് അതിന് വേണ്ടി ഒരു വൈ ഇട്ട് 245 ഇട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലോർ ടാപ്പിലോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴയ തറ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന ബാത്റൂമിൻ്റെ പഴയ തറയിൽ പകുതിയും പഴയ കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കുത്തിപ്പൊട്ടിച്ചുള്ളൂ. അതുകൊണ്ടാണ് ആ ഹൈറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് നമുക്കിനി ആ റേഞ്ചിൽ, അതേ പഴയ കോൺക്രീറ്റിൻ്റെ അതേ ലെവലിലാണ് നമുക്കിനി കോൺക്രീറ്റ് വീഴാനും ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഹീറ്ററിൻ്റെ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഹീറ്റർ വരുന്നുണ്ട്, ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്റർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷവർ വരുന്നുണ്ട്. അതേപോലെ മിക്സ്ഡ് ടാപ്പിൻ്റെ അതേ അളവിന് നമ്മൾ 2 ലൈനുകളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിംഗിൾ പീസ് ക്ലോസറ്റ് വെക്കാൻ വേണ്ടിയിട്ട് 300 mm വേണ്ടിയിട്ടുള്ള സിംഗിൾ പീസ് ക്ലോസറ്റിനുള്ള അളവിന് നമ്മൾ അത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഹെൽത്ത് ഫോസറ്റും അതേപോലെ ഫ്ലഷ് ടാങ്കിലോട്ടുള്ള ലൈനും നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഹാഫ് പെഡസ്റ്റലിൻ്റെ വാഷ് ബേസിനും അതിൻ്റെ കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ 300 mm ക്ലോസറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ 305 വെച്ചിട്ടുണ്ട്. കാരണം ഭിത്തിയിൽ മുട്ടിയിരിക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം ഇത് പഴയ ഭിത്തിയും കൂടെയാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ അങ്ങനെ വെച്ച് പോയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴയ തറയ്ക്കകത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് കോൺക്രീറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ലെവൽ നിൽക്കുന്നത്. ഈ ലെവൽ ഇനി കുറച്ച് കോൺക്രീറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ഫില്ലാവും. അപ്പോൾ നമ്മൾ മണ്ണിട്ട് വെള്ളം ഒഴിച്ച് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മേശിരിമാരത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇടിക്കാനോ തറ ഉറപ്പിക്കാനോ നിൽക്കരുത്, നമ്മൾ തന്നെ അത് ചെയ്ത് വെള്ളം ഒഴിച്ച് ഫിക്സ് ചെയ്ത് നമ്മൾ തരും. അതിൻ്റെ മണ്ടയിൽ കൂടെ മാത്രം കോൺക്രീറ്റ് ഇട്ട് പോയാൽ മതി. കാരണം അവർ ശക്തിക്ക് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പൊക്കെ ബെൻഡ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. കാരണം തറ ലെവൽ പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞത്. അതുകൊണ്ട് മണ്ണൊക്കെ ലെവൽ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി